വീണ്ടും സസ്പെൻസ്. താൻ കാര്യം പറയടോ. അവൾ ഞെട്ടിത്തിരിഞ്ഞ് ഭയന്ന് വിറച്ച് എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് പറയുവാ, മുझे छोड़ दो സാബ് എന്ന് പറഞ്ഞ് മയങ്ങി അവൾ എന്റെ നെഞ്ചിലേക്ക് തളർന്നു. തന്റെ ഒരു ഭാഗ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവളെ മെല്ലെ കട്ടിലേക്ക് കിടത്തി ഒന്ന് പറയടൂ. പിന്നെന്താ, കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ? ഡിഷ്യും ഡിഷ്യും ഡിഷ്യും. അതായിരുന്നടോ ഈ കേണൽ. ഇങ്ങേരാളൊരു സംഭവമാണോ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. മോളെ സീത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? അച്ഛൻ മറന്നോ? ഇന്ന് അമ്മയുടെ ആണ്ടല്ലേ, ഞാൻ അമ്പലത്തിൽ പോയതാ. ശരി ശരി, പോ. പ്രഭാര, ചിലർക്ക് ചിലതൊക്കെ അനുഭവിക്കാൻ സുഹൃതം ചെയ്യണോടോ. അനുഭവിക്കട്ടോ, അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ, മിണ്ടാ പൂച്ച പോലെ. അതൊക്കെ ഒരു കാലം. ഇനി ഈ ജീവിതം തന്നെ ധാരാളം. അവിടെ നിക്ക്. താ മോളെ. ഏയ്, നല്ല അടി കിട്ടും. താ മോളെ, താ. കളിക്കുക നീ. ഡോ കേണല്ലേ, നല്ലൊരു സദ്യ ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത് ശരിയാണോ? അവളെനിക്ക് സ്വന്തം മോളെ പോലെയാടോ. ഓ, മോളെ പോലെയല്ലേ, മോളല്ലല്ലോ. താനൊന്ന് വിരലമർത്തിയാൽ താനെ ഉണർന്നുകൊള്ളുവാ മണി വീണ. ചെല്ല്, ചെന്നാവോളം അനുഭവിക്ക്. ഈ വിശാലമായ ഭവനത്തിന്റെ ഓരോ ചുവരുകളും ആഗ്രഹിക്കുന്നുണ്ടാവും ഏതൻ തോട്ടത്തിലെ ആദവും ഹവ്വയും പോലെ ഇണചേരുന്ന നിങ്ങളുടെ ശിൽക്കാരങ്ങൾ. എടോ, അവളും കൊതിക്കുന്നുണ്ടാവും ഒരു പുരുഷന്റെ ചൂട്. താനൊന്ന് കൈവച്ചെന്ന് വെച്ച് ഇവിടെ യാതൊന്നും സംഭവിക്കില്ലടോ. താൻ എവിടെ നിന്നോ കൊണ്ടുവന്ന് നട്ടു വളർത്തിയ ആ ചെന്തെങ്ങിന്റെ ഇളനീര് കുടിച്ച് തിരിച്ചുവാടോ നമ്മുടെ ആ പഴയകാല വസന്തത്തിലേക്ക്. ചെല്ലടോ, ചെല്ല്. എന്താ അച്ഛ ഇത്? ഞാൻ ഡ്രസ് മാറുന്ന കണ്ടില്ലേ? ഒന്ന് പോയേ. അതിനെന്താ മോളു, അച്ഛനൊന്ന് കാണട്ടെ. അച്ഛാ, എന്താ ഇത്? അച്ഛന്റെ പൊന്നു മോളല്ലേ ഞാൻ? അച്ഛന്റെ പൊന്നുമോള്, അച്ഛൻ പറയുന്നൊന്ന് അനുസരിക്ക്.